പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന സെഫോളജിസ്റ്റിൻ്റെ ഒരു ജൈത്രയാത്ര അവിടെ നടക്കുന്നുണ്ട്. പ്രശാന്ത് കിഷോർ ജയിക്കുമെന്ന് ആരും മുഖ്യമന്ത്രിയാവുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഒരു സെഫോളജിസ്റ്റ് ഇന്നേ വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയായിട്ടില്ല. ഇയാൾ മിടുക്കനൊക്കെ ആയിരിക്കും, പക്ഷേ ഓർഗനൈസേഷൻ ഇല്ല, സംഘടനാ ശക്തി ഇല്ലാതെ ഒരു പാർട്ടിക്കും ജയിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സിന് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. സംഘടനാശേഷി ഇല്ല അവിടെ. പക്ഷേ ഈ ജൻ സുരാജ് എന്നുള്ള പാർട്ടിയാണ് പ്രശാന്ത് കിഷോറിൻ്റേത്. അദ്ദേഹം അവിടെ AAP മോഡലിൽ കുറേ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. മദ്യനിരോധനം അങ്ങ് പിൻവലിക്കും. AAP ഡൽഹിയിൽ ചെയ്തു അതാണ്. മദ്യനിരോധനം പിൻവലിച്ചിട്ട് അതിൻ്റെ ലാഭം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസം മുടക്കി. താനും അതുപോലെ മുടക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ യുവാക്കൾ ഇതിൽ ആകൃഷ്ടരാണ്. പക്ഷേ അവിടുത്തെ സ്ത്രീകൾ ഇത് നിരാകരിക്കും. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വളരെ ഗണ്യമായിട്ടുള്ളതാണ്. പുരുഷന്മാരോടൊപ്പം തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രശാന്ത് കിഷോറിന് വലിയ വോട്ടുകൾ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ യുവ വോട്ടർമാരിൽ കുറച്ച് പേരുടെ വോട്ട് പോകുന്നത് കുറച്ച് BJPയുടെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇദ്ദേഹത്തിൽ കൂടുതൽ പേരും ഓട്ടോറിക്ഷ ഓടിക്കുന്ന യുവാക്കളും അങ്ങനെയുള്ള ആൾക്കാരുമാണ്, ഡൽഹിയിലെ പോലെ തന്നെ. പക്ഷേ അവരിൽ കൂടുതൽ പേരും പിന്നാക്ക ജാതിയിൽപ്പെട്ടവരാണ്. അവരുടെ വോട്ടുകൾ സാധാരണഗതിക്ക് പോകേണ്ടത് തേജസ്വി യാദവിനാണ്. അപ്പോൾ അതുകൊണ്ട് വീഴ്ച തേജസ്വി യാദവിനും ഉണ്ടാകും. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്തു പോകും. പിന്നത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഒവൈസിയാണ്. ഒവൈസി ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നുണ്ട് സീമാഞ്ചൽ മേഖലയിൽ. സീമാഞ്ചലിൽ കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്. അവരുടെ വോട്ട് കുറേ അദ്ദേഹത്തിന് കിട്ടും. ആർക്കാ നഷ്ടം? തേജസ്വി യാദവിനും കോൺഗ്രസിനുമാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. അതുകൊണ്ട് BJPക്ക് അത് നേട്ടമായിട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും BJPയുടെ വിജയം ഉറപ്പാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ സർവേകളിൽ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടന്ന സർവേകളിലെല്ലാം BJP വിജയിക്കുമെന്നാണ് കണ്ടത്.